എൻ്റെ ഒരു സംശയമാണ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഈ ജനവിധി അട്ടിമറിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംശയങ്ങൾ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ആ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യണം. എന്തെന്ന് വെച്ചാൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ക ഉഡായിപ്പിലേക്കാണ് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിലും കണ്ടത്. അതേ ഒരു തകിടം മറിച്ചിൽ കേരളത്തിലും ആദ്യമായിട്ട് നമ്മൾ കാണുകയാണ്. 5 മണിക്ക് ശേഷം നടന്ന പോളിങ്ങിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിലോ കൃത്യമായൊരു വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ കീഴിലൊരു വാർത്തയോ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ആ പോളിംഗ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൂടാ? മറ്റൊന്ന്, ബാലറ്റ് വോട്ടുകൾ എത്ര വന്നു എന്നുള്ളൊരു കണക്ക് കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ വരുന്നില്ല. ഈ സാഹചര്യങ്ങൾ, സമാനമായ സാഹചര്യങ്ങളാണ് ബീഹാറിലും ത്രിപുരയിലും നമ്മൾ കണ്ടത്. ബീഹാറിലെ വോട്ടിൻ്റെ അങ്കലാപ്പെല്ലാം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാതിരിക്കുന്നു. ശക്തമായ പ്രതിപക്ഷ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് സമരത്തിലിറങ്ങുന്നു. എന്നിട്ടും അത് കൃത്യമായൊരു വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നില്ല. അവസാന റിസൾട്ട് വന്നപ്പോൾ 5 ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ, പോളിംഗ് ശതമാനത്തിൽ 5 ലക്ഷത്തിലധികം വോട്ടുകൾ, ഇല്ലാത്ത വോട്ടുകൾ വന്നു എന്ന വാർത്ത കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ സംജാതമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരവസ്ഥയിലേക്ക് കേരളത്തിനെയും മാറ്റുന്നു എന്നൊരു സംശയം നമുക്ക് മുമ്പിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത എന്ന് പറയുന്നത് ഒരു അസ്വാഭാവികതയും ഇല്ല. ഈ ശതമാനം പുറത്തുവിടാത്തതിൽ തീർച്ചയായിട്ടും കേരളക്കാർ ഈ വിഷയത്തിൽ സംശയിക്കണം. ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഈ വോട്ടിൻ്റെ വിധി വരുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട UDF-കാരോടും LDF-കാരോടും ഈ രാജ്യത്ത് ഈ രാഷ്ട്രീയം കൈയാളുന്ന എല്ലാ പാർട്ടികളോടും ഒറ്റൊരു അപേക്ഷയുണ്ട്. എല്ലാ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച, നമ്മുടെ വോട്ടിൻ്റെ എല്ലാ മെഷീനറികളും സൂക്ഷിച്ച എല്ലാ കേന്ദ്രങ്ങളിലും കൃത്യമായിട്ട് നമ്മുടെ ഒരു കണ്ണ് നിർബന്ധമായിട്ടുണ്ടാകണം. അതിന് വാടക അല്ലെങ്കിൽ അവർക്ക് മാസശമ്പളമോ അല്ലെങ്കിൽ കമ്മീഷന് കൊടുത്തിട്ട് ആളെ നിർത്തിയാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ അതേ അട്ടിമറി നമ്മുടെ കേരളത്തിലും വരാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. വലിയ ട്രക്കിൽ ഒരുപാട് EVM മെഷീനുകളുമായി വന്നുകൂടായികയില്ല. അതുകൊണ്ട് ഇക്കാര്യം ശ്രദ്ധിച്ചാൽ നല്ലത്. ഇതെൻ്റെ സംശയമാണ്. നിങ്ങൾക്കും ആ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്നറിയിക്കുന്നു.